ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ രശ്മി. ഞാൻ രാജ്. ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്? ഇന്ന് നമ്മൾ കുറച്ച് പ്രേതാത്മാക്കളെ കുറിച്ചും നമ്മൾ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നിൽക്കുമ്പോഴും ഓടുമ്പോഴും നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭൂതപ്രേത പിശാചുകൾ. അതെ, അല്ലെങ്കിൽ പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന സാധനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. പാരനോർമൽ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടോ? എക്സാക്ട്ലി പാരനോർമൽ ആക്ടിവിറ്റി അല്ല. നമ്മൾ നമ്മുടെ 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 എന്താ പറയുക, നമ്മുടെ ശരീരത്തിനുള്ള ഒരു അവയം കണക്ക് നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു സാധനമുണ്ട്. എന്താ അറിയോ എന്താന്നുള്ളത്? എനിക്കറിയാം. എന്താണ്? മൊബൈൽ ഫോൺ. അതെ, നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ സാധനത്തിനെ പറ്റിയിട്ടാണ്. മൊബൈൽ ഫോൺ. നമ്മൾ ഉറങ്ങുമ്പോഴും എണ്ണീക്കുമ്പോഴും അല്ലെങ്കിൽ എന്താ നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്ന ഒക്കെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വെക്കാൻ പറ്റും, ഒക്കെങ്കിൽ അത് ചെയ്തേനെ, അതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായി തീർന്നിരിക്കുന്നു. അങ്ങനെ ഒരു സാധനത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെ പ്രേതം ഭൂതം എന്ന് വിളിക്കാൻ കാര്യം എന്താണെന്നറിയോ? ഇത് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്ന സമയം, ഈ ഫോൺ ഒറ്റയ്ക്കിരുന്ന് ആക്റ്റീവ് ആവുന്ന സമയം എപ്പോഴാണെന്നറിയോ? നമ്മൾ ഉറങ്ങുന്ന സമയം. അല്ലെങ്കിൽ ഈ പറയുന്നത് പണ്ട് കള്ളന്മാർ ഈ വീട് കയറാനായിട്ട് സമയം നോക്കി വയ്ക്കുമായിരുന്നു. ഈ എന്താ പറയുക, ആൾക്കാരുടെ ഏറ്റവും ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്ന സമയം എപ്പോഴാണ്? ഒരു മേ ബി ഒരു 2 മണി തൊട്ടിട്ട് ഒരു 3:30-4 മണി വരെയാണ് മിക്ക ആൾക്കാരുടെ ഡീപ്പ് സ്ലീപ്പ് സമയം. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ കള്ളന്മാർ ഈ വീടുകൾ നോക്കി വെച്ചിട്ട് പോകുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയം നോക്കി നമ്മൾ അറിയാണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഫോൺ. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഉറങ്ങുമ്പോൾ ആര് വർക്ക് ചെയ്യുന്നു അല്ലേ? നമ്മൾ ഉറങ്ങുമ്പം നമ്മളെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ ചാറ്റ്സ് ബാക്കപ്പ് ചെയ്യുക, അങ്ങനെ പല എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഫോൺ. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതുകൊണ്ടെന്നാൽ നമുക്ക് കുഴപ്പം, എന്താ കുഴപ്പം? ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആൻഡ്രോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആപ്പിൾ ആയിരിക്കും, iOS ആയിരിക്കും. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പല കൺസെൻറ്റുകൾ നമ്മൾ എന്താ പറയുക, നമ്മളിങ്ങനെ ടിക്ക് എഗ്രി അടിച്ച് പോകും. അത് ഞാനും നിങ്ങളും ആരും കുത്തിരുന്ന് വായിക്കാറൊന്നുമില്ല. കുറേതൊക്കെ നമ്മൾ ട്രാക്കിങ്, ഈ അവർ ചോദിക്കും ഇങ്ങനെ ഈ ആപ്പ് ഉപയോഗിക്കുമ്പോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? ചിലത് നമ്മൾ കൺസെൻറ്റ് കൊടുക്കും, ചിലത് കൺസെൻറ്റ് കൊടുക്കാണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൺസെൻറ്റ് കൊടുത്തില്ലെങ്കിലും എന്ത് ഗ്യാരണ്ടി ഉള്ളത് നിങ്ങളിത് ട്രാക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം? ഞാൻ പറയാണ്, നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ഫോൺ ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞുകൂടാത്ത ഡീറ്റെയിൽ പോലും ഈ അറിയോ? ഇപ്പോൾ രശ്മി എന്ന് പറയുന്ന ഒരാളെ ഇപ്പോൾ ഒരു ആപ്പിൾ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഗൂഗിൾ വിചാരിച്ചു കഴിഞ്ഞാൽ രശ്മിയുടെ ട്രെയ്റ്റ്സ്, അല്ലെങ്കിൽ വെച്ചാൽ രശ്മിയുടെ സ്വഭാവ ഗുണങ്ങളുള്ള എക്സാക്ട്ലി ഒരാളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ രശ്മി അറിഞ്ഞുകൂടാത്ത രശ്മിയുടെ സ്വഭാവങ്ങളും രശ്മിയെക്കുറിച്ചിട്ടുള്ള എല്ലാ ശീലങ്ങളും എല്ലാം ഇതിനറിയാം. രശ്മി എത്ര മണിക്ക് എണ്ണീക്കുന്നു, രശ്മി എത്ര മണിക്ക് ഉറങ്ങുന്നു, രശ്മി എന്ത് കഴിക്കുന്നു, രശ്മിയുടെ സ്വഭാവങ്ങളാണ്, രശ്മിക്ക് എന്താ ഇഷ്ടം, എല്ലാ കാര്യങ്ങളും ഇൻ ആൻഡ് ഔട്ട് ഇവർക്കറിയാം, ഈ കമ്പനികൾക്കറിയാം. ഇപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാലും, ബിക്കോസ് നമ്മൾ ഇത് ത്രൂ ആണ് നമ്മുടെ ഡെയിലി ലൈഫ്. ഏറ്റവും വലിയ രസം വെച്ചാൽ ബാത്റൂമിൽ പോകുമ്പോഴും നമ്മൾ പലരും, എനിക്ക് തോന്നുന്നു ഒരു 80-85% ആൾക്കാർ ഈ ഫോണും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുള്ള കാര്യം പോലും ഈ ഫോണിനറിയാം. മനസ്സിലായില്ലേ? മനസ്സിലായില്ല. അതുപോലും നമ്മൾ ചിലപ്പം അതിന് വേറെ രസം ഒന്നും അറിയാം. വേറെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെമ്മറി എത്രയാണ്, നമ്മൾ ചിലപ്പോൾ ഇന്ന് നടക്കുന്ന കാര്യം നാളെ മറന്നു പോകും. മനസ്സിലായില്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. ഇതെല്ലാം നമ്മളിനി എത്ര വർഷം കഴിഞ്ഞാലും ഇതിൻ്റെ ഡേറ്റാ സെൻറ്ററിലുണ്ട്. നിങ്ങൾ ഇത്ര ഒരു 10-20 വർഷം മുമ്പ് നിങ്ങൾ എന്തായിരുന്നു, ഇപ്പം എന്താണ്, അതിനറിയാം. ഇപ്പം നിങ്ങൾ പലപ്പോഴും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പം ഫോൺ നിങ്ങളുടെ അടുത്തിരിക്കും, ഒന്നും ചെയ്തില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമുക്ക് ഇന്ന സാധനം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ഭക്ഷണം ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ ഫോൺ എവിടെ വെച്ചോളൂ, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ ഒരു റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് എന്തെങ്കിലും റീലോ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു പോപ്പപ്പ്, ആരെങ്കിലും ഒരു വീഡിയോ വരുന്നത് അതിന് കയറി വരും. ഇതെങ്ങനെ ഇത് അറിയുന്നു? ആലോചിച്ചിട്ടുണ്ടോ? your phone is following you, your phone is listening to what you're doing. മനസ്സിലായില്ലേ? ഫോൺ നിങ്ങളുടെ ക്യാമറ നിങ്ങളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഈ ഫോൺ ട്രാക്ക് ചെയ്യുമ്പോൾ ഫോൺ ക്യാമറ ഓൺ ആകുമ്പോൾ ഗ്രീൻ ലൈറ്റ് വരുമെന്ന്. പക്ഷേ അത് നമുക്കറിയാവുന്നൊരു ഫാക്റ്റാണ്. ഇത് ട്രാക്ക് ചെയ്യുന്നില്ല എന്ന് എന്താ ഉറപ്പ്? ഇവർക്ക് വേറൊരു കാര്യം അറിയോ? ഈ അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്താണെന്നറിയോ? അവരുടെ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇൻഫർമേഷൻ, അവരുടെ ഡേറ്റ. ഈ ലോകത്തുള്ള ഒരു ഭൂരിഭാഗം ജനങ്ങളുടെയും ഫുൾ ബയോഡാറ്റ ഈസ് വിത്ത് ദം. അത് യൂട്യൂബിൽ കൂടെ ആയിക്കോട്ടെ, ജിമെയിലിൽ കൂടെ ആയിക്കോട്ടെ, എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് കൂടെ ആയിക്കോട്ടെ, ദേ ഹാവ് ദ എൻറ്റയർ ഡേറ്റ വിത്ത് ദം. ഇപ്പം ഇന്ന് അമേരിക്കക്കാരൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യം വിചാരിക്കുകയാണ്,
ഓക്കെ ഈ ഫോൺ കൊണ്ട് ഇന്ന ആളെ തട്ടണം എന്ന് വിചാരിച്ചാൽ ദേ ക്യാൻ ഡു ഇറ്റ്. ഈവൻ ദേ ക്യാൻ മേക്ക് യുവർ ഫോൺ എക്സ്പ്ലോഡ്. ഞാൻ എൻ്റെ ഒരു ഞാൻ കൂടുതൽ ഹൈപ്പോത്തിക്കലായിട്ട് പറയുകയാണ്, പക്ഷേ സ്റ്റിൽ ദേ ക്യാൻ, ഇഫ് ദേ വാണ്ട് ദേ ക്യാൻ ഡു ഇറ്റ്. നമുക്കറിയാമല്ലോ റീസെൻ്റ്ലി പലയിടത്തും നടന്ന കാര്യങ്ങൾ. അപ്പം ദേ ക്യാൻ ഡു എവറിത്തിങ്. ഇത് നേരത്തെ തിരിച്ചറിഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ചൈനക്കാർ നോക്കിയപ്പോൾ എന്താണ്, അവർ അല്ലേ സീക്രട്ടീവാണ്. അപ്പോൾ അവർ നേരത്തെ നോക്കിയപ്പോൾ എന്താണ്, അവരെ പറ്റി ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ അവരങ്ങ് ബ്ലോക്ക് ചെയ്തു. അവർ പറഞ്ഞു ഇനി ഞങ്ങൾ ചൈനയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം നിങ്ങൾ ചൈനക്കാർ ഉപയോഗിച്ചാൽ മതി, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കണ്ട. പക്ഷെ അവരെയും മിടുക്കന്മാരുണ്ട്, അവിടെയും VPN ഉപയോഗിച്ച് ഇതൊക്കെ ആക്സസ് ചെയ്യുന്നവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ചൈനക്കാരെന്ത് ചെയ്തു, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ US അവർ അയച്ചുവിട്ട ക്യാമറകളും അതിൻ്റെ അകത്തൊക്കെ ചിപ്പും ഒക്കെ വെച്ച് വിടാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക, ഇറ്റ്സ് ഓൾ നമ്മുടെ ഡിജിറ്റൽ യുഗത്തിൽ എവറിത്തിങ് ഈസ് ട്രാക്കബിൾ. ഇപ്പോൾ വരുന്ന ഇനിയും വരുന്ന വാർസ് പോലും, മനസ്സിലല്ലേ, വാറുകൾ പോലും ഇനിയിപ്പോൾ ഒരു ഫിസിക്കൽ ഒരു മൂവ്മെൻറ്റ് നടന്നിട്ട്, ആർമി മൂവ്മെൻറ്റ് നടന്നിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രോൺസ് വരെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇനി നടക്കുന്ന ഡ്രോണിന് അപ്പുറത്തേക്കായിരിക്കും. ഇറ്റ് വിൽ ബി ഡിജിറ്റൽ വാർ എന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പം ഇപ്പോൾ ഒരു രാജ്യം വന്നിട്ട് നമ്മുടെ ഡിജിറ്റൽ നെറ്റ്വർക്ക് കംപ്ലീറ്റ് അങ്ങ് തകർക്കുകയാണ്. എന്ത് സംഭവിക്കും? നിങ്ങളുടെ യുവർ ലൈഫ് വിൽ ബിക്കം എ സ്റ്റാൻഡ് സ്റ്റിൽ, അല്ലേ? സെയിം തിങ് നിങ്ങളുടെ ഇന്ന് ഫോൺ അങ്ങ് തിരിച്ച് മേടിക്കുകയാണ് എന്ന് പറയുകയാണ്. നിങ്ങൾ ഇനി ഫോണിലാണ് നടന്നാൽ മതി. നിങ്ങൾ ഹാൻഡിക്കാപ്പ് അല്ല, പലരും വട്ടന്മാരെ പ്രാന്തന്മാരായി മാറും. അത്രയ്ക്ക് നിങ്ങൾ അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് എല്ലാ കാര്യങ്ങളും അറിയാം. സോ ബിവെയർ ഓഫ്. എന്നാൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധവാന്മാരാവണം. എന്ത് ചെയ്യുന്നതിന് മുമ്പും, എന്ത് വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതിന് മുമ്പും യു ഷുഡ് ബി അവെയർ. ഇപ്പോഴത്തെ നമ്മുടെ യങ്ങർ ജനറേഷൻ ഫോൺസ് വെച്ചിട്ട് കളിക്കാത്ത പരിപാടികളൊന്നുമില്ല. ബട്ട് ബിവെയർ. ഇവർക്കെല്ലാം ഇതിൻ്റെ ട്രാക്സ് ഉണ്ട്, ഇതിൻ്റെ കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവും. നമ്മൾ ഹോട്ടൽസിലൊക്കെ പോകുമ്പോൾ നമ്മൾ പലയിടത്തും ഒളി ക്യാമറ വെച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ ഇരിക്കുന്ന ഇവനെ പറ്റിയിട്ട് നമ്മൾ ആരും ആലോചിക്കാറില്ല, അല്ലേ? ഇത് എന്താ പറയുക, നമ്മൾ ഓരോ മിനിറ്റും അത് ഇന്നവിറ്റബിൾ ആണ്. ബട്ട് വാട്ട് ഐ മീൻ ടു സേ, ഇപ്പം ഞാനിത് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു ഡേറ്റ ചോദിച്ചു, ഇന്ത്യൻ ഗവൺമെൻറ് ആധാറിലൊരു ഡേറ്റ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എന്തുമാത്രം റെസ്ട്രിക്റ്റ്. ഞങ്ങളുടെ പ്രൈവസി, അല്ലേ, ഞങ്ങളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റം. ഇപ്പോൾ കോടതി പറയും വേണ്ട, പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റമാണ് വേണ്ട. പക്ഷേ ഈ സാധനങ്ങൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. എന്ത് പ്രൈവസി എടുത്തോ, നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പീൻ്റെ ഫോണിനകത്തില്ലേ, നിങ്ങളുടെ ആധാറിൻ്റെ കോപ്പി ഫോണിനകത്തില്ലേ, നിങ്ങളെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് A to Z ഈ ഫോണിനകത്തുണ്ട്. അത് മേ ബി നിങ്ങളുടെ ഗാലറിയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന കൺസെൻറ്റ് ത്രൂ ആയിരിക്കും, നിങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. നിങ്ങൾ എത്ര മണിക്ക് എണ്ണീട്ട് നിങ്ങൾ എത്ര മണിക്ക് ഓഫീസിൽ പോയി തിരിച്ചു വന്നു, നിങ്ങൾ എത്ര മണിക്ക് കോളേജിൽ പോയി തിരിച്ചു വന്നു, നിങ്ങളുടെ ഡെയിലി റൊട്ടീൻ എന്താണ്, എക്സാക്ട്ലി ഇവർക്കറിയാം. മനസ്സിലായി? ഇപ്പോൾ പിൻ പോയിൻ്റ് ആയിട്ട് അവർക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെയ്യുന്നല്ലേ പറഞ്ഞത്, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ട്രാക്ക് ചെയ്ത് പിടിക്കണമെന്നുണ്ടെങ്കിൽ നിമിഷ നേരം കൊണ്ട് അവർക്ക് നിങ്ങൾ എവിടെയാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണേൽ ഹൈഡ് ചെയ്യാം. ബട്ട് നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഹാബിറ്റ്സ് ഉണ്ടല്ലോ, നിങ്ങൾ അറിയാണ്ട് പോലും നിങ്ങളുടെ ഉള്ളിലുള്ള ഹാബിറ്റ്സ് വിൽ നോട്ട് ചേഞ്ച്. നല്ല കാര്യം ആർക്ക് ട്രാക്ക് ചെയ്തിട്ട് ഗവൺമെന്റിന് ഓരോ ആൾക്കാരെ പിടിച്ചൂടെ? പിടിക്കാം. പക്ഷെ അതിന്റെ വേറെ കാര്യം, നിങ്ങളെ പറ്റിയുള്ള എല്ലാ ഡേറ്റ ഇവരുടെ ഉണ്ടല്ലോ. നിങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങളെ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണ്, ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലേ? കമ്പനീസ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു പറയുമ്പോൾ തന്നെ ഇന്നാൾ ഞാനൊരു ഇതിനായിട്ട് റിലേറ്റഡ് ടോപ്പിക് അല്ല, ജസ്റ്റ് ഒന്ന് ഡീവേറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ലാൻഡ്സെറ്റ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ജേർണലാണ്, അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചറിനെ പറ്റിയിട്ടും. അത് $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ്. ഓക്കെ, അപ്പം അവരാണ് ഈ ഗവൺമെൻറ്റ്സ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതിൽ നിന്നുണ്ടാക്കുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡിൽ നിന്നുണ്ടാക്കുന്ന രോഗങ്ങളും ഗവൺമെൻറ് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല. ബട്ട് ദേ ആർ സോ അഫ്ലുവൻറ്റ് ദാറ്റ് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് ഡിസിഷൻസ് അക്രോസ്. ഗവൺമെൻറ്റിലുള്ള ഡിസിഷൻസ് ഒക്കെ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റും. അത്ര എഫ്ലുവൻ്റ് ആണ്. അങ്ങനത്തെ ഒരു നെക്സസിലേക്ക് ഇത് മാറും. മനസ്സിലായില്ലേ? അപ്പം ഫോണുകളല്ല അവരുടെ ഇരിക്കുന്ന ഇപ്പോൾ അതേ പറഞ്ഞു, ഇപ്പോൾ നമ്മുടെ ഉള്ള റിസോഴ്സ് മൊത്തവും കുറച്ച് അമേരിക്കൻ കമ്പനീസിൻ്റെ കയ്യിലാണ്. പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മുടെ ഈ ലോകത്തുള്ള മിക്കവരുടെയും ഏറ്റവും ജാതകം മൊത്തം ഇവരുടെ അടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ടൊന്നുമില്ല, നിങ്ങളുടെ ഏകദേശം അവർക്ക് വിചാരിക്കാം, അവർക്കൊക്കെ എന്ത് വേണേൽ നമ്മളെ ചെയ്യിപ്പിക്കാം. അപ്പം ഇനിയെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്തൊക്കെ ഓക്കെ പറയുമ്പോഴും വേറെ നിങ്ങൾ ഏതെങ്കിലും ആപ്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ചോദിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ബോധവാന്മാരാവണം. ഓൾവേസ് ബി ബിവെയർ ദാറ്റ് നിങ്ങൾ ട്രാക്ഡ് ആണെന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളുടെ എപ്പോഴും നിങ്ങൾ അറിയാണ്ട് നിങ്ങളെ പിന്തുടരുന്നൊരു ഭൂതമായിട്ട് ഞാനിതിനെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനി വേറെ ഇങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ. സോ
we can come again with such interesting contents. So till then, take care. Bye-bye. Bye. Bye.